ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇടയാക്കിയ വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. തളർന്നു പോകാതെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ ഓരോരുത്തരുടെ മേലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതിസന്ധികൾ അനവധി വന്നാലും, പ്രതികൂലങ്ങൾ അനവധി വന്നാലും, ഞെരുക്കങ്ങളും വേദനകളും എത്ര തന്നെ വന്നാലും അതിനെ തരണം ചെയ്യുന്ന ദൈവ പൈതൽ അനുഗ്രഹിക്കപ്പെട്ടവനായി ദൈവത്തിന്റെ കൃപകളും കൃപാവരങ്ങളും അവന്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു എതിർപ്പ് വരുമ്പോൾ അതിന്റെ പിന്നിൽ വലിയൊരു വിജയമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരീക്ഷ എഴുതിയാൽ മാത്രമേ വിജയം നമുക്ക് കൈവരിക്കുവാൻ കഴിയത്തുള്ളൂ. ഒരു പോരാട്ടമുണ്ട് എങ്കിലേ ജയവും തോൽവിയും നിശ്ചയിക്കാൻ കഴിയത്തുള്ളൂ. മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനം കൊണ്ടും ചെയ്യാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ആരും ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. കർത്താവിന്റെ പോലും ഉപവാസത്തിന്റെ അവസാന ഘട്ടങ്ങളാ പോരാട്ടം വന്നത്. തളർന്നു പോകാൻ അനുവദിക്കാതെ ജയിക്കുവാൻ തക്കവണ്ണം രട്ടുടുത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തൊക്കെ തന്നെ ആയാലും പിശാചേ, നിന്നെ ജയിക്കുവാൻ ഞാൻ വിടത്തില്ല. എന്തൊക്കെ ആയാലും പിശാചേ, നീ എന്നെ ജയിക്കത്തില്ല. എന്റെ ഉള്ളിൽ ആത്മാവ് കത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ദൈവസന്നിധിയിൽ ഉറച്ചു വിശ്വസിക്കുന്ന ദൈവഭക്തന്മാർക്കായി ഇന്ന് രാത്രികാലം ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തൊക്കെ തന്നെ സംഭവിച്ചാൽ എനിക്കെതിരായി നിൽക്കുന്ന, എനിക്കെതിരായി വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ശത്രുവായ ദുഷ്ട പിശാചിന്റെ തലയെ ഞാൻ തകർത്ത് കളയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ദൈവഭക്തന്മാരുടെ സ്തുതിയുടെ മേൽ അവന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. അവന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ദൈവിക സാന്നിധ്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതിനായി ഞാൻ എന്റെ ദൈവത്തെ രാത്രികാലം സ്തുതിക്കുകയാണ്. സ്തുതികളുടെ മേൽ വസിക്കുന്ന ദൈവം. ഓ, എന്റെ പൈതൽ നിലവിളിക്കുന്നുവെന്ന്, എന്റെ പൈതൽ നിലവിളിക്കും. അവന് വേണ്ടി ഇപ്പോൾ തന്നെ വിടുതലയക്കണമെന്ന് അത്തൽ ഘടകരവദന ക്ഷമ്പര. ഓ, ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വന്ന് പരിവർത്തിക്കേണ്ടതിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവന്റെ മേൽ രാത്രികാലം അവൻ നാളെയല്ല മറ്റന്നാളല്ല അവൻ ഇന്ന് തന്നെ നിറച്ചു തരുവാൻ ശക്തനായ ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഓ ദൈവജനത്തിനായി ഇന്ന് രാത്രികാലം എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഓ, എതിർത്തുകൊണ്ട് നിൽക്കുന്ന സാത്താന്യ ശക്തികൾ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഓ പോരിന്റെ ആയുധങ്ങളെ ശിവന്റെ നാമത്തിൽ എന്ന് രാത്രികാലം അകറ്റുന്ന ഓ ശത്രുവിന്റെ കോട്ടകളെ തകരട്ടെ, എരിവോ മതിലുകൾ തകരട്ടെ, പാരമ്പര്യ ബന്ധനങ്ങൾ തകരട്ടെ, രോഗബന്ധനങ്ങൾ തകരട്ടെ, ഇന്നായ്മകൾ മാറിപ്പോകട്ടെ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓ കർത്താവിൽ ഉറയ്ക്കുവാൻ കഴിയാതെ, ഓ വചനത്തിൽ ഉറയ്ക്കുവാൻ കഴിയാതെ, വചനത്തിൽ വേരൂന്നാൻ കഴിയാതെ, പ്രാർത്ഥനയിൽ ഉയരാൻ കഴിയാതെ പോരാടിക്കൊണ്ടിരിക്കുന്ന ദൈവ മക്കളുടെ മേൽ എന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിച്ചിറങ്ങട്ടെ. വിശ്വസിക്കുന്നവർ അടുത്തിരിക്കുന്നവർക്ക് കൈകൊടുത്തിട്ട് പറഞ്ഞാട്ടെ, ജയം എനിക്കുള്ളതാ, ജയം നമുക്കുള്ളതാ, ജയം നമുക്കുള്ളത് ഉറച്ചു പറഞ്ഞാട്ടെ. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, എന്നാൽ ഞാൻ അതിനെ നിറയ്ക്കാമെന്ന ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. അതുകൊണ്ട് വായ് തുറന്ന് ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഹൃദയവും തുറന്ന് നമ്മുടെ ചിന്താഗതികളും നമ്മുടെ മാനുഷിക പിരിമുറുക്കങ്ങളും
നമുക്കെതിരായി നിൽക്കുന്ന എതിർപ്പുകൾ ഇതെല്ലാം ഒന്ന് മാറ്റിവെക്കാം. പ്രവർത്തികളിൽ വലിയവനായവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ശൂന്യതകളെ നികത്തി തരുവാൻ ശക്തനാണ്. നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ അവന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ചിലതൊക്കെ ചെയ്യാൻ പോവുകയാണ്. കൂടെ പഠിച്ചവർ, കൂടെ ജീവിച്ചവർ, ആമേ കുടുംബക്കാർ, ജനിപ്പിച്ചവർ, മാതാപിതാക്കൾ പോലും ലജ്ജിക്കുമാർ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മളെ കൂടി വെളിപ്പെടാൻ പോവുകയാണ്. ഈ ഉപവാസം വെറുതെ ഉള്ളതല്ല. ഈ 2012 അവസാനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാൻ പോവുകയാണ്. എത്രപേർ വിശ്വസിക്കുന്നുണ്ട്? എത്രപേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് ചോദിച്ചാട്ടെ. ആൾക്കാരുടെ പെരുപ്പം പ്രശ്നമല്ല, ഐക്യതയാ പ്രശ്നം. ഐക്യതയോടുകൂടി ഇരിക്കുന്നവരുടെ മേല് ചില കോട്ടകൾ ഇന്ന് രാത്രികാലം തകർന്നു തുടങ്ങ. നിനക്കെതിരായി ഈ അമ്മകളെ കൊടുത്തു വിടുന്ന ശത്രുവിന്റെ കോട്ടകളെ തകർന്നുടയുന്ന രാത്രിയാണെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുക. ചില ഇരുട്ടിന്റെ ആയുധങ്ങൾ, എന്ന രാത്രികാലം തകർന്നുടഞ്ഞ് താരമാകാൻ പോകുകയോ. കുഞ്ഞുങ്ങൾക്കെതിരെ, തലമുറയ്ക്കെതിരെ, ഭാവി ജീവിതത്തിനെതിരെ, ആത്മീയ മണ്ഡലങ്ങൾക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ, ഉയർച്ചകൾക്കെതിരെ, ജോലിക്കെതിരെ പോരാടുന്ന സാധാന്യ അമ്പതായ കൈകളെ യേശുവിന്റെ നാമത്തിൽ സ്പർശിക്കപ്പെട്ടുന്നു. നമുക്ക് വായിക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഇങ്ങനെ മിദ്യാമ്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. നിലവിളിക്കുന്ന ഇസ്രായേൽ മക്കളുടെ നിലവിളി കണ്ടില്ല എന്ന് നടിക്കുന്ന കർത്താവല്ല നമ്മുടെ കർത്താവ്. നിലവിളിക്കുന്നവരുടെ നിലവിളി ഏതവസ്ഥയിൽ നിന്നാണെങ്കിലും ദൈവം കേൾക്കും. മിദ്യാമ്യരാൽ ഇസ്രായേൽ മക്കൾ ഏറ്റവും ക്ഷയിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ആത്മീയ ജീവിതത്തിനെതിരായി, നിന്റെ ഭൗതിക ജീവിതത്തിനെതിരായി കഴിക്കാനൊന്നുമില്ല എങ്കിലും, അകത്ത് അടുപ്പിൽ തീ പുകഞ്ഞില്ല എങ്കിലും, ദൈവകൃപയാൽ പുറത്തിറങ്ങുമ്പോൾ കാണുന്നവർ ലജ്ജിച്ചു പോകുമാർ ദൈവത്തിന്റെ സൗരഭ്യവാസന നിന്റെ മേൽ അയച്ച ജാതികളുടെ മധ്യത്തിൽ കൂടി നീ ഇറങ്ങി ചെല്ലുമ്പോൾ നിനക്കെതിരായി കടന്നു വരുന്ന അസൂയ കണ്ണുകള്, നിനക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ട ശക്തികള്, നിനക്കെതിരായി വെല്ലുവിളിക്കുന്ന മിഥ്യാമ്യ പോരുകള്, അവരാ നീ വല്ലാതെ ക്ഷയിച്ചിരിക്കുമ്പോൾ എന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. നീ വന്ന് നിലവിളിക്കുന്നുവെങ്കിൽ നിന്റെ നിലവിളി കേൾക്കുന്നവൻ ഇതാ നിന്റെ മാറ്റത്തിൽ ഇറങ്ങി വരുമോ സമയമായിരിക്കുന്നു. വാസ്തവമായി കർത്താവിനെ സ്നേഹിക്കുന്നവർ, കർത്താവിന്റെ വിളിക്കേറ്റ് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, എത്ര തന്നെ ദാരിദ്ര്യമാണെങ്കിലും, എത്ര തന്നെ ഞെരുക്കമാണെങ്കിലും,
വയറ് ഇറുക്കി മുടുക്കുന്നതല്ലാതെ അവർ ആരോടും പറയത്തില്ല. എനിക്ക് എന്തെങ്കിലും തരാൻ അവർ ആരോടും പറയത്തില്ല. അവർ അവരുടെ രക്ഷിതാവായ ദൈവത്തെങ്കിലേക്ക് നോക്കിയിട്ട് അവര് പ്രത്യാശ വെച്ച് കാത്തിരിക്കും. പ്രത്യാശ വെച്ച് കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതെ വിടുതൽ തരുന്ന യഹോവ അവരുടെ മേൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. കാക്ക കുഞ്ഞുങ്ങൾക്കൊരു കണ്ടിട്ടുണ്ട്. കാക്ക കുഞ്ഞുങ്ങൾ തള്ളക്കാക്ക പറന്നടുത്ത് വരാറാകുമ്പോൾ അതിന്റെ ചിറകടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഈ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ ചെറിയ കാക്ക അതിന്റെ വായും പൊളിച്ച് ചിക്കി ചിക്കി എന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ദൂരത്ത് പോയി ഇര കണ്ടുപിടിച്ച് മടങ്ങി വരുന്ന കാക്ക കൊക്കിൽ ഒതുക്കിയിരിക്കുന്ന ഭക്ഷണം ഈ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കായി അതിന്റെ വായിലിട്ട് കൊടുക്കുമ്പോൾ അവർ സന്തോഷത്തോടെ നുണച്ചിറക്കി അവർ ശക്തി പുതുക്കുന്നത് പോലെ യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഏതെങ്കിലും ഭക്തന്മാരുണ്ടായെങ്കിൽ കാക്ക കുഞ്ഞുങ്ങളെ പോറ്റുന്നത് പോലെ അപ്പോൾ തന്ന് പോറ്റുവാൻ ശക്തനായ യഹോവയായ കർത്താവ് അവൻ നീട്ടിയ ഭുജം നമ്മുടെ മേൽ നീട്ടിയിരിക്കുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിന്റെ ആത്മാവ് എന്ന് രാത്രികാലം ശക്തമായി അറിയിക്കുകയാണ്. വിഷയത്തിലേക്ക് വരുമ്പോൾ മിഥ്യാമ്യരാൽ വല്ലാതെ ഞെരുങ്ങിയിരിക്കുക. പുറത്തോട്ട് ഇറങ്ങാൻ കഴിയത്തില്ല. പ്രശ്നമാണ്. എല്ലായിടവും പ്രശ്നങ്ങളാണ്. തരിശ് നിലമൊന്ന് ഉഴാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. ഉഴുതില്ലാത്ത വിത്ത് കൊണ്ട് നട്ട് അതൊന്ന് പാകമായി വരുമ്പോൾ ഇതാ വരുന്നു മിഥ്യാമ്യ പോരുകൾ വെട്ടുക്കിളിയെ പോലെ കടന്നു വരികയാ. അങ്ങനെ നിന്റെ സമ്പത്തും നിന്റെ ആയുസ്സും നിന്റെ ആരോഗ്യവും അല്ലാതെ മിഥ്യാമരാൽ കാർന്ന് തന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് പറയുകയാണ്. ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്കൊന്ന് നോക്കുന്നുവെങ്കിൽ അവൻ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ മേലിറങ്ങി വരും. ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ നോക്കുമ്പോൾ അവനാരെയും കൈവിടുന്ന ദൈവമല്ല. സകലരുടെയും വീണ്ടെടുപ്പിനായി തന്റെ പൊന്നോമന കുമാരനായ യേശു ക്രിസ്തുവിനെ യാഗമാക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവം തന്റെ പുത്രന്റെ യാഗത്തിൽ കൂടി വീണ്ടെടുത്ത നമ്മളെ ഓരോരുത്തരെയും മിഥ്യാമ്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായിട്ട് അല്ല, പിന്നെയോ നമ്മുടെ അനുസരണക്കേടും നമ്മുടെ പിറുവിറുപ്പും നമ്മുടെ വഴിതെറ്റിയുള്ള അവസ്ഥയും കൊണ്ടത്രേ. ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചുപോയി. ക്ഷയിക്കാൻ കാരണം മിഥ്യാമ്യരുടെ പോര് തന്നെയാണ്. ഈ മിഥ്യാമ്യരുടെ പോര് എങ്ങനെ ഇസ്രായേലിന്റെ മേൽ വന്നു? ചിന്തിക്കേണ്ട വിഷയമാണ്. ഇസ്രായേലിന്റെ മേൽ മിഥ്യാമ്യരുടെ പോര് വരണമെങ്കിൽ, ദൈവ പൈതലിന്റെ മേൽ മിഥ്യാമ്യരുടെ പോര് വരണമെങ്കിൽ, ദൈവ പൈതലിന്റെ മേൽ ശാപം വരണമെങ്കിൽ, ദൈവ പൈതലിന്റെ മേൽ രോഗം വരണമെങ്കിൽ, ദൈവ പൈതലിന്റെ മേൽ അനുഗ്രഹത്തിന് തടസ്സമായി കാരണങ്ങൾ വരണമെങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ടേ വരത്തുള്ളൂ. അടുത്ത് ചോദിക്കും, ദൈവം എന്തിനാ അനുവദിക്കുന്നത്? അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മകനെ ശിക്ഷിച്ച് വളർത്തും. എന്തിനാ ശിക്ഷിക്കുന്നത്? അവൻ വീണ്ടും തെറ്റിലേക്ക് പോകരുത്, അവന്റെ ഹൃദയം നിഗളിക്കരുത്, അവൻ അഹങ്കാരപ്പെട്ടു പോകരുത്, മറന്നു പോകരുത്. അവൻ ഇസ്രായേലിന്റെ ദൈവത്തെ മറന്ന് അവൻ വേറെ ദൈവങ്ങളെ ആരാധിക്കുവാൻ പാടില്ല. ഇവിടെ ഇസ്രായേൽ ജനത്തിനെ മിഥ്യാമ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച ഏക കാരണം അത് തന്നെയാ. അവരുടെ ഹൃദയം അഹങ്കരിച്ചു. അവർ ഇസ്രായേലിന്റെ പരിശുദ്ധനെതിരായി പിറുപിറുക്കുവാൻ തുടങ്ങി. ഇസ്രായേലിന്റെ പരിശുദ്ധനെതിരായി ആര് പിറുപിറുക്കുന്നുവോ ആമേൻ അവരുടെ മേൽ മിഥ്യാമ്യ പോര് വരുമെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വളരെ ശക്തമായി വെളിപ്പെടുത്തുന്നു. എന്ന് രാത്രികാലം ദൈവസഭയിലിരിക്കുന്ന ദൈവജനമേ, ജനക്കെതിരായി പോരാടുന്ന മിഥ്യാമ്യ പോരുകളെ വാഴ്ത്തിച്ച് കളയുവാൻ യഹോവ നിനക്ക് അധികാരം തന്നുവെങ്കിൽ നീ സാക്ഷിച്ചിട്ടും വാഴ്ത്തിച്ചിട്ടും അത് പോകുന്നില്ല
വരുന്നില്ല എങ്കിൽ ദൈവസനെ നിലവിളിക്ക, ദൈവസനെ നിലവിളിക്ക. നിലവിളിയുടെ ശബ്ദമെന്ന് മുഴങ്ങട്ടെ. അതാ പറഞ്ഞ വായ് വിസ്താരത്തിൽ തുറക്ക. അതാ പറഞ്ഞ ആരാധനയുടെ ശബ്ദമെന്ന് തുറക്കട്ടെ. അതാ പറഞ്ഞ പരിസരം മറന്ന് എന്റെ ദൈവത്തെ ഒന്ന് ആരാധിക്ക. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആരാധിക്ക. പോരായ്മകളെല്ലാം വലിച്ചറിഞ്ഞുകളെ. ചിന്താ മണ്ഡലങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ദുഷ്ടന്റെ ചിന്താഗതികളെ യേശുവിന്റെ നാമത്തിൽ വലിച്ചത്. ദൈവകൃപയുടെ ശക്തി ഒന്ന് ഇറങ്ങി വരട്ടെ. ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചോ. എന്തുകൊണ്ട് അവർ നിലവിളിച്ചോ? മിദ്യാമിയുടെ പോര് അവർക്ക് സഹിക്കാൻ വയ്യാതായി. അവർ നന്നായി ക്ഷീണിച്ചു പോയി. അവർ മനസ്സ് ക്ഷീണിച്ചു. അവർ ശരീരം ക്ഷീണിച്ചു. എല്ലാ അവസ്ഥയിലും അവർ ക്ഷീണിച്ചു. എല്ലാ രീതിയിലും അവർ ക്ഷീണിച്ചു പോയി. അവർ ക്ഷീണിതരായി. അവർക്ക് ഏകൊരു വഴിയേ ഉള്ളൂ, നിലവിളിക്കുക. നിലവിളിക്കുന്നവന്റെ മേല് അപ്പോൾ ദൈവം ഉത്തരം അരുളും. എന്ത് തന്നെ പ്രശ്നമായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിന്റെ ആകാം, ജോലിയുടെ ആകാം, അഭിവൃദ്ധിയുടെ ആകാം, ഭവനത്തിന്റെ ആകാം, എന്ത് തന്നെയായാലും തലമുറയുടെ ആകാം, നിലവിളിക്കാം. അടഞ്ഞു വച്ചിരിക്കുന്ന തടസ്സങ്ങൾ മാറട്ടെ. നിന്നെ മിഥ്യാമ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച അധികാര പത്രം കർത്താവ് തന്നെ വലിച്ചേറി കളയേണ്ടതിനായി നിനക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന മിഥ്യാമ്യർ തീപ്പൊയ്കയിൽ തള്ളപ്പെടേണ്ടതിനായി സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അവിടെ ആ ദൈവശക്തി ഇറങ്ങി വരാൻ പോകുന്നത്. അതിന്റെ രണ്ടാമത്തെ വാക്യം വായിക്കാം, 6:2. മിദ്യാമ്യർ ഇസ്രായേൽ മേൽ ആധിപത്യം പ്രാപിച്ചു. ആധിപത്യം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? മുഴുവൻ അധികാരവും പിടിച്ചെടുക്കുക. എന്റെ വീട്ടിനകത്ത് എനിക്ക് എപ്പോ വേണോ കടന്നു വരാം. ആരോടും എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. ആ വീട് എനിക്ക് ദൈവം ആധിപത്യമായി തന്നിരിക്കുക. എപ്പോ വേണോ എനിക്ക് വരാം. എന്റെ കാര്യങ്ങൾ എന്ത് വേണോ എന്റെ ഭവനത്തിനകത്ത് നടത്താം. ഭവനം എനിക്ക് അധീനപ്പെട്ടതാണ്, എനിക്ക് അധീനതയിലുള്ളതാണ്. ഇതുപോലെ മിദ്യാമ്യർ ഇസ്രായേൽ മേൽ ആധിപത്യം സ്ഥാപിച്ചു. ഇസ്രായേൽ ജനത്തിന് ദൈവമക്കൾക്ക് സ്വാതന്ത്ര്യമായി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവർ എന്ത് ചെയ്താലും അവിടെ മിദ്യാമ്യർ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്താലും അവിടെ ആധിപത്യം, എന്ത് ചെയ്താലും അവിടെ പോരാട്ടം. 1 രൂപ കൊണ്ടുവച്ചാൽ പിറ്റന്നാകുമ്പോൾ അത് കാണത്തില്ല. ഒരു ചായ ഇടാമെന്ന് വിചാരിച്ച വെള്ളം തിളച്ച് ചായ ആകുമ്പോഴേ അവരെടുത്തോണ്ട് പോവുക. 1 ഗ്ലാസ് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് വെള്ളം എടുത്ത് വെച്ചാൽ ഉടനെ അവർ വന്നെടുത്ത് കുടിക്കുക. അവർ ആധിപത്യം സ്ഥാപിച്ചു. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതുപോലെ ജീവിതമെന്ന ശൂന്യതയിൽ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന പിശാചിന്റെ വിചാരക്കെട്ടുകളെ, പിശാചിന്റെ പോരുകളെ, ഈ പോരാട്ടങ്ങളെ തകർത്തുടപ്പാൻ ശക്തനായവൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ ഭയപ്പെടണ്ട. നിലവിളിക്കേണ്ടവണ്ണോന്ന് നിലവിളിക്ക്. പ്രവർത്തിക്കുന്നവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. നിലവിളിക്കേണ്ടവണ്ണോന്ന് നിലവിളിക്കുന്നുവെങ്കിൽ തുറക്കേണ്ട വാതികൾ തുറക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ്. ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അന്തരൽ ഘടകരവതരക്ഷാര നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിലെത്തേണ്ടവണ്ണം എത്തുന്നുവെങ്കിൽ, നിലവിളിയുടെ ശബ്ദം എത്തേണ്ട രീതിയിൽ എത്തുന്നുവെങ്കിൽ, പ്രവർത്തികളിൽ വലിയവനായ യഹോവയുടെ വലിയ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരും. ഈ നിലവിളിക്ക് കോട്ടകളെ തകർക്കാൻ കഴിയും. ഈ നിലവിളിക്ക് ദൈവം നമ്മുടെ മേൽ വച്ചിരിക്കുന്ന കൽപ്പനകളെ മാറ്റി എഴുതുവാൻ കഴിയും. നിലവിളിക്കും മനസ്സലിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിച്ചിറങ്ങി വരും. സകലയാഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ല.
ദൈവത്തിന് പ്രസാദമുള്ളതോ സ്തോത്രമെന്ന യാഗത്തിന്മേൽ. നീതിമാന്റെ നിലവിളി സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥനയ്ക്ക് അവൻ അപ്പോൾ മറുപടി തരുന്നു. നിലവിളിക്കുന്ന നീതിമാൻ ആരെങ്കിലും ഒരു പട്ടണത്തിൽ ഉണ്ട് എങ്കിൽ ആ പട്ടണം മുടിച്ചു കളയാതെ ദൈവം കരുതിക്കൊണ്ടിരിക്കുക. ചില കുടുംബങ്ങൾ, ചില ദേശങ്ങൾ നശിച്ചു പോകാതിരിക്കുന്നത് ജീവനുള്ള ദൈവത്തെ വിളിക്കുന്ന ചിലർ അവിടെ ഉള്ളത് കൊണ്ടാണ്. എല്ലാവരും നിന്നെ നിന്ദിച്ചാലും നീ തളർന്നു പോകരുത്. നീ ദൈവത്തെ വിളിക്കുന്നവനായതുകൊണ്ട് നിനക്കെതിരായി പോരാട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ദൈവത്തെ വിളിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ഉള്ളത് കൊണ്ട് അവർ ഇന്ന് സ്വസ്ഥമായി ജീവിക്കുന്നു. നീ ഉള്ളത് കൊണ്ട് നിന്റെ കുടുംബത്തിൽ സമാധാനം വന്നുകൊണ്ടിരിക്കുക. നീ ഉള്ളത് കൊണ്ട് നിന്റെ തലമുറകൾ അനുഗ്രഹമായിരിക്കുന്നു. നീ എന്റെ ദൈവത്തെ നിലവിളിക്കുന്നത് കൊണ്ട് നിത്യാമയുടെ പോരുകൾ അവിടെ ഇറങ്ങി വരുന്നില്ല. നീ എന്റെ ദൈവത്തെ നിലവിളിക്കുന്നത് കൊണ്ട് അവിടെ ഭയപ്പാടുകളില്ല എന്നുള്ളത് യഹോവ തന്നെ പരിപാലകനായിരിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിന്റെ തേജസ് കണ്ടുകൊണ്ട് അവന്റെ പ്രകാശത്തിന് നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാരുടെ മേൽ ദൈവശക്തി അയക്കുവാൻ തക്കവണ്ണം പരസ്ഥലമുള്ള യഹോവയുടെ മഹാസാന്നിധ്യം എന്ന് രാത്രികാലം ഈ ഹോളിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജാൽ കടകര വദനാശ്വാര രാജാൽ കടകര വദനം ഭൗഡക രാജാൽ കടകക്ഷാര രാജാ ധീരാ രാജാ ധീരാ രാജാ ധീരാ രാജാ കടകൾ കടക രണ്ടര ഭൗഡ കടകക്ഷാര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാപങ്ങൾ തകർന്നുടയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തങ്ങളുടെ മക്കളാകുന്ന അടിയങ്ങളുടെ നിലവിളിയുടെ മേൽ അടിയങ്ങൾക്കെതിരായി വെല്ലുവിളിക്കുന്ന ഓ വിദ്യാമ്യ പോരുകൾ തകർന്നുടയട്ടെ. ിഖരാരകമൗഢ അതൽ ഘടകരമദരക്ഷോര. ദൈവ പൈതലാണോ? ഒരു സ്തോത്രം പറഞ്ഞാൽ മതി, അവിടെ വിടുതലുണ്ട്. പക്ഷെ പലപ്പോഴും സ്തോത്രം പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്നേ. മനസ്സിലായോ? എന്റെ ദൈവത്തെ വിളിക്കേണ്ടവണ്ണം ഒന്ന് വിളിച്ചോട്ട, എന്റെ കർത്താവേ എന്ന് വിളിച്ചോട്ട. എനിക്ക് വേണ്ടി ജീവൻ തന്നവരെ, എന്നെ വീണ്ടെടുത്തവരെ എന്നൊന്ന് വിളിച്ചോട്ട. അതിനാൽ ഘടകര മദരക്ഷാര നിനക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന രോഗബന്ധനങ്ങളെ, നിനക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാപബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വർദ്ധിക്കുവാൻ യഹോവയായ ദൈവം നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. ദൈവം പൈതലേ, വിളിക്കേണ്ടവണ്ണം വിളിക്കുന്നുവെങ്കിൽ, വിളിക്കേണ്ടവണ്ണം വിളിക്കുന്നുവെങ്കിൽ എന്ന ചില കോട്ടകൾ പൊട്ടാൻ പോവുകയാണ്. വിളിക്കേണ്ടവണ്ണം വിളിക്കുന്നുവെങ്കിൽ ഓ എന്ന ചില രോഗങ്ങൾ അഴിഞ്ഞു മാറാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ശാപങ്ങൾ തകരട്ടെ. അസാധ്യങ്ങൾ അസാധ്യങ്ങളെ സാധ്യമാകട്ടെ. അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. രാജാ ബൗഡ രാജാ ബൗഡ രാജാ. ഓ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. കുടുംബത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. കുടുംബത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഓ ശാപങ്ങൾ അഴിയട്ടെ. പാരമ്പര്യ പോലെയോ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അപ്പ
ദൈവം പറയുന്നു, നീ ഗുഹയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കേണ്ടവനല്ല, നീ പുറത്തേക്ക് വാ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അല്ലയോ ഏലിയാവേ, നീ ഗുഹയ്ക്കകത്തിരിക്കേണ്ടവനല്ല, നീ പുറത്തേക്ക് വാ. രാജ അന്നര വീട റിഖര ബൗഡ രീര കടക അന്നർ കടകര ബദരം ബൗഡ രാജ കടക ക്ഷാര ബൗഡ ഘടക ബദരം ബദരം ബൗഡ ഘടക ക്ഷാര അന്നൽ ഘടക. ഏലിയാവ് ചെയ്തതിനേക്കാളും ഉപരി ചെയ്യുവാൻ തക്കവണ്ണം വിളിച്ചവർ ചിലത് ഇവിടെ ഇരിക്കുക. പക്ഷെ അവരിപ്പോ ഇരിക്കുന്ന ഗുഹയ്ക്കകത്താ. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അല്ലയോ എന്റെ പൈതല്, ഈ മിഥ്യാമ്യ പോരുകളെ പേടിച്ചിട്ട് നീ ഗുഹയ്ക്കകത്ത് ഇരുന്നാൽ പറ്റത്തില്ല, നീ പുറത്തേക്ക് വാ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഓ ചില കാര്യങ്ങൾ നിന്റെ മേൽ ഏൽപ്പിക്കാനുണ്ട്, നീ ഒന്ന് പുറത്തേക്ക് വാ. എന്റെ കൃപ നിന്റെ മേൽ പകരാനുണ്ട്, നീ ഒന്ന് പുറത്തേക്ക് വാ. അതരം ബദര ഘടകര ബദര ക്ഷാര. വിളിക്കപ്പെട്ട ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെട്ടതൊക്കെ തന്നെയാണ്. പക്ഷെ പേടിച്ച് ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുക, പതിഞ്ഞിരിക്കുക, ജീവനെ ഭയപ്പെട്ട അകത്തൊളിച്ചിരിക്കുവാനല്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ ഒന്ന് പുറത്തേക്ക് വരുന്നുവെങ്കിലോ, നീ ഒന്ന് പുറത്തേക്ക് വരുന്നുവെങ്കിലോ എന്റെ സാന്നിധ്യം കൊണ്ട് നിന്നെ നിറച്ച ഘടക ഇന്ന് വരെ ഓടിയിട്ടില്ലാത്ത അതിവേഗ ശക്തിയോട് ഓ ആകാവിന്റെ രഥത്തിന് മുമ്പേ ഓടുവാൻ തക്കവേണ്ട. ഓ നിന്റെ കാലുകൾക്ക് ബലം തരുവോ, ഓ എനിക്ക് ശക്തിയുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളോട് എന്ന് രാത്രികാലം ദൂതറിയിക്കുക. കുടുംബത്തിന്റെ വിഷയത്തിന് മേല്, തലമുറയുടെ വിഷയത്തിന് മേല് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു, കടകര ബദര, ഓ ചില പുതിയ പ്രവർത്തികൾ ചെയ്യുവാൻ, നിന്റെ കൂടി ചെയ്തെടുപ്പിക്കുവാൻ, തലമുറയെ വാർത്തെഴുതുവാൻ, വാർത്തെടുക്കുവാൻ എനിക്ക് നിന്റെ കൂടി പദ്ധതി ഉണ്ട്. ഗുഹയ്ക്കുള്ളിൽ ഒളിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നീ ഒന്ന് പുറത്തേക്ക് വരുന്നുവെങ്കിൽ, നീ ഒന്ന് പുറത്തേക്ക് വരുന്നുവെങ്കിൽ എനിക്ക് ചിലതൊക്കെ നിന്റെ ജീവിതത്തെ കാണിച്ചു തരുവാനുണ്ട്. ഓ ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. രിംബര ബൗഡൽ ഘടക ബൗഡൽ ഘടകര ബദര, ഓ റിംബ ഘടകര ബദര, അതരം ബദര ഘടകര ബദര. ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല, ദൈവത്തിന്റെ ആത്മാവ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. ഓ ഞാനിത് എത്ര കണ്ടിട്ടുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പുതിയതൊന്ന് ചെയ്യുന്നവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടോ എന്ന് ഓ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി കാണിച്ചു തരിക. പുതിയതൊന്ന് ചെയ്യുന്നവൻ ഇവിടെ ഉലാത്തിക്കൊണ്ടിരിക്കുക, പുതിയതൊന്ന് ചെയ്യുന്നവൻ ഇവിടെ ഉലാത്തിക്കൊണ്ടിരിക്കുക. ആർക്കും ഇന്ന് വരയ്ക്കും ചെയ്തിട്ടില്ലാത്ത ഓ പുതിയതൊന്ന് ചെയ്യുവാൻ തക്കവണ്ണം അവൻ ശക്തനായി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ദേശത്തിനകത്ത്, നിന്റെ സഭയ്ക്കകത്ത് നിനക്കെതിരായി വെല്ലുവിളിക്കുന്ന ദേശാധിപതികളെ തകർത്ത് ഉടച്ചുകൊണ്ട് ജയം തരുന്നവർ ഇവിടെ വന്നിട്ടുണ്ട്. കല്ല് കയറ്റി
അന്തരൽ ഘടകരവതരം ബൗഡക്ഷാര എന്റെ ഒരു സ്തോത്രം, ഒരു സ്തുതി, ഒരു നിലവിളി പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് കൊടുക്കുന്നുവെങ്കിൽ ചില അസാധ്യങ്ങൾ സാധ്യമാകാൻ പോകും. കർത്താവ് വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. എവിടെ നിന്ന് വീണോ അവിടം വരെ ഒന്ന് മടങ്ങി പോവുക. ദൈവത്തോട് ഏറ്റു പറയാ, വീഴ്ചകൾ ഏറ്റു പറയാ. ആ താഴ്ചയിൽ നിന്ന് ദൈവം ഉയർത്താൻ പോകുക. ആത്മീയ മണ്ഡലങ്ങളിൽ ഉയർത്താൻ പോകുക. ഭൗതിക മണ്ഡലങ്ങളിൽ ഉയർത്താൻ പോകുക. കുടുംബത്തിന്റെ ശൂന്യതകൾ ദൈവം മാറ്റാൻ പോകുക. നിലവിളിക്കാൻ പോലും കഴിയാതെ, ശേഷിപ്പില്ലാതെ, നിലവിളിക്കാൻ പോലും കഴിയാതെ വണ്ണം മധുരത്തെ കെട്ടിവച്ചിരിക്കുന്ന ദുഷ്ടന്റെ പോരുകളെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി കാണിച്ചു തരിക. ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ മേലും ഉപവാസത്തിന് മേലും ദുഷ്ടന്റെ ആധിപത്യങ്ങൾ ചിതറിപ്പോകാൻ പോകുക. ഒരു കുപ്പി ഗ്ലാസ് വീണ് ഉടഞ്ഞ് ചിതറിപ്പോകുന്നത് പോലെ നിനക്കെതിരായി പൊങ്ങി നിൽക്കുന്ന ദുഷ്ടന്റെ ആയുധങ്ങൾ, ദുഷ്ടന്റെ ശക്തമേറിയ കരങ്ങൾ തകർന്നുടയാൻ പോകുകയാണ്. ജയം തരുന്നവൻ കൂടെ ഉണ്ട്. ആ രണ്ടാമത്തെ വാക്യം ഒന്നുകൂടെ ശബ്ദത്തിൽ ഒരാൾ വായിച്ചു. ഇസ്രായേൽ മേൽ ആധിപത്യം സ്ഥാപിച്ചു. ഗുഹയിൽ ഇരിക്കുന്നവരോട് കർത്താവ് പറഞ്ഞു, ദുർഘടങ്ങളിൽ ഇരിക്കുന്നവരുടെ കാര്യമാണ് കഷ്ടം. എവിടെയെങ്കിലും ഒരു ഗുഹയുണ്ടോ ഒളിച്ചിരിക്കാൻ? അതുമില്ല. വഴിയെ പോകുന്നവരും പോകുന്നവരും എല്ലാവരും ദുർഘടങ്ങളിരിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. എങ്ങും അഭയമില്ലാത്തവര്, കടവരാന്ത പോലും കിട്ടാത്തവരുടെ അവസ്ഥ എന്തുവാ? ഉള്ള വെയിലും ഉള്ള കാറ്റും ഉള്ള തണുപ്പും ഉള്ള മഞ്ഞും എല്ലാം അവരുടെ ദേഹത്താ. അവരുടെ അവസ്ഥ ദുർഘടം തന്നെ. നമ്മൾ പറയാറുണ്ട്, ഗുഹയാണെങ്കിൽ ശത്രുവിന്റെ ഭീതി ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലെങ്കിലും ആരും എന്നെ കാണത്തില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉള്ളിലുണ്ടാവും. ഇതതുമില്ല, അതും നഷ്ടമായിരിക്കുക. ദുർഘടാവസ്ഥയിലാ മിഥ്യാമ്യര പോരുകളാ, സാപ്താന്യ പോരിനാ, ആഭിചാര പോരിനാ, പാരമ്പര്യ ബന്ധനങ്ങളാ, രോഗബന്ധനങ്ങളാ, ദുർഘടത്തിന്റെ അവസ്ഥയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ഇന്ന് രാത്രികാലം ഒന്ന് നിലവിളിക്കുന്നുവെങ്കിൽ, നിന്റെ ദുർഘട അവസ്ഥ ഒന്ന് മാറ്റിയിട്ട് വിശാല വഴിയിലേക്ക് നടത്തുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സുണ്ടായി. ഈ ദുർഘട അവസ്ഥ നമുക്ക് വേണ്ട. ഈ വേദനയുടെ അവസ്ഥ നമുക്ക് വേണ്ട. ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ ഭുജത്തിന് കീഴില് ശാശ്വതമായ ഒരു അഭയം നമുക്ക് വേണം. അവൻ മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി, പരിപാലകനായി നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ടാത്ത അവസ്ഥയില് എത്ര തന്നെ ക്വാളിഫൈഡ് ഉണ്ട് എങ്കിലും എങ്ങും മാനിക്കാത്ത രീതിയിൽ, തള്ളപ്പെട്ട രീതിയിൽ അധരത്തെയും മനസ്സിനെയും കെട്ടിവെച്ച് ശരീരത്തെയും ബലഹീനമായ എല്ലാ രീതിയിലും തകർത്ത് കളഞ്ഞ് ഉടച്ചു കളഞ്ഞിരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ ശൂന്യതയിൽ നിന്നും, ഈ മിഥ്യാമ്യ പോരുകളിൽ നിന്നും നിലവിളിക്കുന്നുവെങ്കിൽ വിടുവിക്കുന്ന യഹോവയുണ്ട്. ശക്തീകരിക്കുന്നവൻ കൂടെയുണ്ട്, പരിപാലകൻ കൂടെയുണ്ട്, വീണ്ടെടുപ്പുകാരൻ നമ്മുടെ കൂടെ. പക്ഷെ ഒരു ഉറപ്പ് വേണം. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കുഞ്ഞ് നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ അതിനൊരു ഭയവും ഇല്ല. നമുക്ക് ഭയമുണ്ട്. എതിരെ വണ്ടി വരുന്നുണ്ടോ, രണ്ട് സൈഡിൽ നമ്മൾ നോക്കും, കുഞ്ഞിന്റെ കയ്യെ മുറുകെ പിടിക്കും. എന്നാൽ കുഞ്ഞ് അന്നേരം ഡാൻസ് ചെയ്തുകൊണ്ടേ വരത്തുള്ളൂ. അതിനറിയാം, ഞാൻ പിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എന്നെ പിടിച്ചിരിക്കുന്ന എന്റെ പിതാവ് എന്നെ അപകടത്തിൽ വിടത്തില്ല.
കാലം, എന്റെ പിതാവിന്റെ കയ്യിൽ ഞാൻ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം, എന്റെ പിതാവിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു ആപത്തും വരത്തില്ല എന്ന് ആ കുഞ്ഞിനെ അറിയാം. കുഞ്ഞ് ഡാൻസ് ചെയ്യുന്നത് പോലെ നമ്മുടെ സകല ഭാരങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട്, നമ്മുടെ സകല ഭാരങ്ങളും വലിച്ചെറിഞ്ഞ്, സകല ചിന്തകളെ വലിച്ചെറിഞ്ഞ്, മാനുഷികമായ പദ്ധതികളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ദൈവത്തിന് തന്നെ മുഴങ്കാൽ മടക്കാൻ കഴിയുമോ? ദൈവ പൈതൽ ഒരു നാറ്റം ഭവിച്ച് ദുർഘടാവസ്ഥ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ മടങ്ങി വരേണ്ടതിനായി ദൈവം പ്രവർത്തിക്കും.